Hello Hello guys. guys. So welcome back to our channel. And this is Mr. Perumal and this is Hey, alright. അതെ. അപ്പൊ അപ്പൊ yeah, ഞങ്ങളുടെ ചാനലിന്റെ പേര് ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ചാനലിന്റെ പേര് ഞങ്ങൾ പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ല. കാരണം ചാനലിന്റെ പേര് ഫൈനലൈസ് ആയിട്ടുണ്ടായിരുന്നില്ല. കുറെ പേരുകൾ ഇങ്ങനെ പ്ലാനിൽ വന്നു. പേരിടണം ഇട്ട് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫൈനലി we are ഞങ്ങളൊരു releasing പേര് ഇട്ട്, പക്ഷെ ഞങ്ങൾക്ക് name. അത്ര സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങള്? കുഴപ്പമില്ല. കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ, അപ്പൊ റിവീൽ ചെയ്യല്ലേ? റിവീൽ ചെയ്യാൻ നമ്മൾ അതിൽ ടാഗ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് പെരുമാൾ. പെരുമാൾ. അപ്പോൾ നമ്മള് ഒരു ചാനൽ തുടങ്ങുമ്പോൾ ബേസിക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കലേ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങ് വീഡിയോ ഇട്ട് അങ്ങ് പോവായിരുന്നു. അതിന് അപ്പൊ കാര്യണ്ട്. എന്താണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കുറെ കാലമായിട്ടുള്ള പ്ലാനാണ്. ഇപ്പൊ എല്ലാവർക്കും ഉള്ള പ്ലാനാണ് എന്തെങ്കിലും തുടങ്ങാന്നുള്ളത് അല്ലേ. അപ്പൊ അതിന്റെ പെർഫെക്ഷന് വേണ്ടി കാത്തുനിന്നിട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ അതെ 220 സബ്സ്ക്രൈബേഴ്സ്. അതെ, നമുക്ക് യെസ്. 220 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. അപ്പൊ ഇന്ന് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാല്, നമ്മള് ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ. കാരണം ഇൻസ്റ്റഗ്രാമിലുള്ള ഫോളോവേഴ്സ് മാത്രമല്ല യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ്. കുറെ ആൾക്കാരുണ്ട് എന്താണ് ആർട്ടിയോളജിസ്റ്റ്, എന്താണ് പെരുമാൾ എന്നൊക്കെ ചോദിച്ചിട്ട് ബയോ ഒക്കെ വായിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ബയോ ഒക്കെ വായിക്കണമെങ്കിൽ ഒരു കുറച്ച് ഇതുണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ മാനിക്കണ്ടേ. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ്. അതേപോലെ ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമില് ഒരു ഇതുണ്ട് ഒരു ഫോട്ടോ ഇട്ട് ഞങ്ങൾ രണ്ടാള്. അപ്പൊ കുറേ എൻക്വയറീസ്, നമ്മളെ ലവ് സ്റ്റോറി എന്താ, അങ്ങനെ എന്താ, ഇങ്ങനെ എന്താ വെച്ചിട്ട്. അപ്പൊ ഞാൻ അടുത്തായിട്ട് തന്നെ ഒരു Q&A ഇട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈസ് അങ്ങനെ കൊടുക്കാം. റിപ്ലൈ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ അതൊക്കെ പാട് അരച്ച് കളിക്കിട്ട് നമ്മൾ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കി. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മളെ പറ്റി എല്ലാം മനസ്സിലായില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ എടുക്കട്ടെ. ബാക്കിൽ കുറെ ആൾക്കാർ വന്ന് അലമ്പ് കളിക്കണ ഗായ്സ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇവരെ പുറത്താക്കിയാലോ? ആള് ഒഴിഞ്ഞ സ്ഥലം നോക്കി വന്നിരുന്നു. ഇവിടെ അപ്പൊ ഇനി ആളായി. പൊസിഷൻ ചേഞ്ച്. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. അലമ്പൊന്നും ഇല്ലാന്ന് കൊറേ തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇനി മാറുണ്ടാകാൻ തോന്നുന്നു. ബാക്കിൽ ആരും ഇല്ല. ബാക്കിൽ വരാൻ ആൾക്കാർക്ക് ഒന്നും ഇരിക്കാൻ സ്ഥലമില്ല. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമ്മള് എന്ത് ചെയ്യാം, ഞാൻ Q&A വന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞ. സോ ചോദിക്കാൻ പോവാ ഞാൻ. നിങ്ങൾ ഉത്തരം കഥ ക്വസ്റ്റ്യൻ ഒന്നും കേട്ടിട്ടില്ല. ഇതിലാ ഇൻബോക്സിലാ വന്നത്. അപ്പൊ കഥ ക്വസ്റ്റ്യൻസ് പുതിയതായിരിക്കും ട്ടാ. അല്ല, അറിയുന്ന കാര്യങ്ങളാ. സോ വാട്ട് ഈസ് ആർട്ടിയോളജിസ്റ്റ് ആൻഡ് പെരുമാൾ? ആർട്ടിയോളജിസ്റ്റ് പറഞ്ഞാല് എന്റെ ആർട്ട് പേജിന്റെ പേരാണ് ആർട്ടിയോളജിസ്റ്റ്. അത് അത് പറയുമ്പോ ഒരാൾക്ക് ഭയങ്കര കേടാവും. നിങ്ങൾക്കല്ല, നൂന് പറഞ്ഞൊരു കസിൻ ഉണ്ട്, ഓനാണ് എനിക്ക് ആ പേരിട്ടത്. ഞാൻ ആദ്യം വേറെന്തോ ഉടായ്പ പേരാ ഇട്ടീനത്. അപ്പൊ ഓന് ആണ് എനിക്ക് നല്ലൊരു പേര് ആദ്യം ഒന്നും പറഞ്ഞില്ല. സൈൻഡ് ബൈ റിഫാന്നേനിന്റെ പേര്. അപ്പൊ അത് മാറ്റിയിട്ട് ഓനാണ് എനിക്ക് ആ പേര് സജസ്റ്റ് ചെയ്തത്. ഇനി അതന്നെ ഇട്ട് പിന്നെ കോവിഡ് ടൈം ആയപ്പോ എനിക്ക് കുറേ നല്ല നല്ല ഫ്രണ്ട് സർക്കിളൊക്കെ വന്നു. അപ്പൊ അങ്ങനെ അവരൊക്കെ എന്റെ പേര്, അവർക്ക് പേരില്ല, അക്കൗണ്ട് പേര് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവര് ആർട്ടിയോളജിസ്റ്റ് വിളിച്ചിന്റെ പേര് ആർട്ടിയോളജിസ്റ്റ് ആയി. ഞാൻ അറിയപ്പെടുന്ന ആർട്ടിയോളജിസ്റ്റ് ആയിട്ടാണ്. പെരുമാൾ എന്ന് പറഞ്ഞത് പറയും. നമ്മളെ ചേരമാൻ പെരുമാളിന്റെ വംശ പരമ്പരയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ചേരമാൻ പെരുമാൾ കുടുംബമാണോ? അടുത്ത ക്വസ്റ്റ്യൻ അത് ആണ്. ചേരമാൻ പെരുമാൾ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കൺവേർട്ട് ചെയ്തു ഇസ്ലാമിലേക്ക്. സോ അദ്ദേഹത്തിന്റെ ഒരു വംശ പരമ്പരയായിട്ട് ഞങ്ങളെ സ്വയം പറയുന്നത്. സോ ആക്ച്വലി പെരുമാൾ പറമ്പിൽ എന്നാണ്. ശരി, ഞാൻ പറഞ്ഞുതരാം. പറമ്പ് ഒഴിവാക്കി ഞാൻ പെരുമാളെന്ന് മാത്രമാക്കി. പിന്നെ ഒരു ഗത്തുള്ളതുകൊണ്ട് അത് കൂടെ കൂട്ടി. അത്ര ഞാൻ പറഞ്ഞുതരാം. എന്താണ് പേരിന്റെ ഇനീഷ്യൽ? എന്താണ്? പെരുമാൾ പറമ്പിലാണ്. എങ്ങനോ ആരോ ആളൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞങ്ങള് ബാക്കിലോട്ട് കുഴിച്ചു നോക്കിയ സമയത്ത് നമുക്ക് കുറച്ച് ആ സാധനങ്ങൾ നിധിയും കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോ പറയാൻ പറ്റില്ല. എല്ലാവരും വേറെ കിട്ടി. വാളോ എനിക്ക് തോന്നുന്നു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നുമില്ല, അറിയാണ്ട് ആരോ ഇട്ട് അപ്പൊ പെരുമാളിനായി. ഇവിടെ കുട്ടികൾ വന്ന് കൈസ് കലമ്പ്. നമ്മളെവിടെ പോയി നമ്മളെവിടെ പോയാലും അലമ്പാലോ. നിങ്ങൾക്ക് കേക്കുണ്ടോ? സാരില്ല, ഇങ്ങനെ കേട്ടാ മതി. അപ്പല്ലേ
അപ്പൊ അതാണ് പെരുമാൾന്ന് ഇട്ട് പിന്നെ ആൾക്കാര് പെരുമാൾ പെരുമാൾന്നായി വിളിക്കല്. ഇക്കാക്കാനെ പെരുമാൾന്നാ വിളിക്ക. സുഹൈൽന്നൊന്നും ആരും വിളിക്കൂല. വളരെ അടുത്ത് അറിയുന്ന കുടുംബക്കാരൊക്കെയാണ്. ഇത് ഇവര് മാറി എന്നോട് പറയുന്നത് മാറുന്നത് ഓക്കെ. എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ പോയിക്കണം. അത്ര നേരം കൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞു തീർക്കാം. ആദ്യമായിട്ട് കണ്ടത് എവിടെന്നാണ്? പറയേ. അടുത്തരാ. ഞാൻ അത് വെച്ച് ഇൻട്രോ എടുക്കാൻ വിചാരിച്ചു. ഓൺലൈൻ വഴിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് തിരൂരിൽ അല്ലേ? ആദ്യമായിട്ട് കണ്ടത് സബ്കന്റെ അവിടുന്ന് ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടി. ഞാൻ ആർക്കിടെക്ചർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്തോ പ്രിന്റ് എടുക്കാനോ എന്തിനോ വേണ്ടിയിട്ട് ഞാൻ സബ്കന്റെ അവിടെ ഒരു പ്രിന്റ് ഷോപ്പ് ഉണ്ട്. എന്താണ് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ എന്റെ തലയിൽ കണ്ടോങ്ങള്. അപ്പൊ അവിടെ പോയപ്പോഴാണ് കാകാൻ ആദ്യമായിട്ട് കണ്ടത്. ഞാന് എന്നെ കണ്ടിട്ടുണ്ടോ പരിചയം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. ഞാൻ ബാക്കിൽ ഒളിച്ചേക്കലും പിന്നെ ബാക്കിൽ ഒന്ന് തോന്നുന്നല്ലോ. എന്ത് ഞാൻ സൈഡിൽ മാറുന്നില്ല. ഒളിച്ചിക്കേന് കാണാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒളിച്ചേക്ക. ഹലോ, നിങ്ങളുടെ ജോബ് എന്താണ്? ഞാന് ഇപ്പൊ നിലവില് ഒഴിവാക്കും അല്ലെങ്കിൽ തലയിച്ചാലും വേണ്ടിയില്ല. ഒരു മീനാവല്. നിങ്ങളുടെ ജോബ് എന്താണ് സാർ? നിലവില് അരികെ എൻജിഒയില് അരികെ പലറ്റിക്ക എന്നുള്ള എൻജിഒ എറണാകുളത്താണ് പലരും. അവിടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാണ്. മാത്രവുമല്ല നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങൾ മാത്രം ക്ലാസ് ഉള്ളൂ. ഗവൺമെന്റിന്റെ ഒരു സ്കോൾ കേരള എന്നുള്ള ഒരു കോഴ്സാണ്. ആലുവയിലാണ് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനൊരു ആർക്കിടെക്ചർ സ്റ്റുഡന്റ് ആണ്. ഒരു ജൂൺ ആകുമ്പോഴേക്കൊക്കെ ഗ്രാജുവേറ്റ് ആവുമായിരിക്കും. അതിന്റെ കൂടെ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ പോർട്രേറ്റ്സ് ഒക്കെ ചെയ്ത് അങ്ങനെ അതാണ് എന്റെ ജോബ്. അതേപോലെ ഞാൻ കുഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് എടുത്തെടുക്കും. ഡ്രോയിങ് ക്ലാസ് എടുത്ത് കൊടുക്കലുണ്ട്. പഠിക്കണമെങ്കിൽ എറണാകുളം ജില്ലയിൽ നമ്മള് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഒക്കെ ആയിട്ടുണ്ട്. വൈകാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങും. പിന്നെ ഞങ്ങൾ ഫുൾ ടൈം വ്ളോഗേഴ്സ് ആണ് അല്ലേ? അതെ. പിന്നെ വീട് എവിടെയാണ് രണ്ടുപേരുടെയും? എറണാകുളമാണോ വീട്? എറണാകുളം അല്ല, എറണാകുളത്ത് ഞങ്ങള് കലൂരായിരുന്നു. ഇപ്പൊ പൊന്നൂരിൽ നിന്ന് അല്ല, ഞങ്ങളെ വീട് ഞങ്ങള് ബേസിക്കലി മലപ്പുറംകാരാണ്. അതവർക്ക് അറിയില്ല. ഞങ്ങള് മലപ്പുറം തിരൂര് ആണ്. ഞാൻ വൈലത്തൂരാണ്. കാക്ക ബിപിയങ്ങാടിയാണ്. വാണ്ടക്ക് വേനമാണ്. പിന്നെ എന്താ പറഞ്ഞത്? വീട് ഞങ്ങൾ എറണാകുളംകാരല്ല. ഞങ്ങൾ ഇക്കാക്ക് ഇവിടെ വർക്കിനായി വന്നത് എന്റെ പ്രോജക്ട് എറണാകുളം ആയതുകൊണ്ടും ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഞങ്ങളിപ്പോ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യൂ. പ്രശ്നമല്ല, കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. എന്റെ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ ആർക്കിടെക്ചർ ആണ്. ഒത്തിരി ഉണ്ടാവും. അറിയണവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഇതിന്റെ ഇടയിൽ എല്ലാം കൂടി നടക്കൂല. അപ്പൊ ഞാന് കോഴ്സ് ഒന്ന് കഴിഞ്ഞാല് എനിക്ക് ഫുൾ ടൈം വേറെ പണിയൊന്നുമില്ലല്ലോ. അല്ല, കോഴ്സിന്റെ ജോബ് ഉണ്ടാവും, എന്നാലും ബിസി അത്ര ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യും. നമ്മളെ കാണിയാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഓക്കെ. ചാനൽ നെയിം എന്താണ്? ഞമ്മള് പറഞ്ഞല്ലോ, മിസ്റ്റർ ആൻഡ് മിസ്സസ് പെരുമാൾ. അതാണ് പേര്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. പെരുമാളിന് അടിക്കുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിൽ പെരുമാളിന് അടിക്കുമ്പോ ചാനൽ ഞാൻ ഒന്ന് വെറുതെ അടിച്ചു നോക്കി. അപ്പൊ കുറെ ദൈവങ്ങളെ വീഡിയോ ആണ് വന്നത്. എന്താ ചെയ്യാ? ഇനി പിന്നെ കുറെ റിലേഷൻഷിപ്പ് കാര്യങ്ങളാണ്. ഹൗ ടു കീപ് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ. പറഞ്ഞേരി. ഞാൻ പറഞ്ഞില്ല മുന്നേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞോളി. റിലേഷൻഷിപ്പില് ഇപ്പൊ എല്ലാരും പൊതുവെ പറയുന്ന പോലെ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെന്റും അതിനൊക്കെ അപ്പുറം നല്ലൊരു സുഹൃത്താവാന്നുള്ളതല്ലേ. നമ്മള് പറഞ്ഞത് നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്.
നമ്മൾ വിചാരിച്ചങ്ങ്. പിന്നെ സിറ്റുവേഷൻസിൽ കുറെ മനസ്സിലാക്കും. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കുറെ കാര്യങ്ങൾ ഇപ്പം ഇന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും അവള് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പെരുമാറുള്ളത്. ഇപ്പൊ ഇവളിപ്പോ ഏത് മൂഡാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അതെ. പോലും അതിനനുസരിച്ചിട്ട് ഇപ്പൊ അവരെ സിറ്റുവേഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിട്ടാന്നല്ലേ അങ്ങനൊന്നും പറയാം. അങ്ങനൊന്നും പറയാം. നിങ്ങൾ ജീവിക്കുക, അടിപൊളിയായി ജീവിക്കും. അങ്ങനൊന്നും ഇല്ല. പലർക്കും പലതുമാണ്. പല ലൈഫ് പലരുടെ ലൈഫിലും പല രീതിയിലുള്ള തിയറീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. എല്ലാവരെയും ഇല്ലപോലെ ഉള്ള മോട്ടിവേഷനിലൊന്നും കാര്യമില്ല. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുക, സംസാരിക്കുക, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അത് എന്തായാലും മൂഡ് നോക്കിയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. അതെ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവില്ല. നമ്മൾ പറയണമെന്ന് വിചാരിക്കും, പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അതങ്ങ് മനസ്സിൽ കിടന്നങ്ങ് എടുത്തു പോയി. വെക്കരുത്. ഇതൊക്കെ എന്താണ് ഞങ്ങൾക്ക് പറയാൻ പറ്റിയത്? ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് ഞങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറയാതെ എടുത്തു വെച്ചത് വലുതായി ഒരു സമയത്ത് അങ്ങ് പൊട്ടിയപ്പോഴേക്കാക്ക ഓ അങ്ങനെ ഉണ്ടായിരുന്നല്ലേ, അപ്പൊ അതപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നിന്. അത് എടുത്തു വെക്കലാണ്. ഒരിക്കലും ഒരു കാര്യവും നമ്മളെ മൂഡ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. പിന്നെ നമ്മളെ പാർട്ട്ണറെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. നമ്മളൊരാളെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ നമ്മളൊരാളെ ട്രസ്റ്റ് ചെയ്യണം. അതിപ്പോ എന്തൊരു കോട്ട് ഞാൻ പഠിപ്പിച്ചല്ലോ. കോട്ടിലൊന്നും കാര്യമില്ല. ഇത് പറയാലോ ഞാൻ പറഞ്ഞ ഈ കോട്ടിലും ഐ മോട്ടിവേഷനിലും ഒരു ട്രസ്റ്റ്, ഞാൻ കാര്യമില്ല. പറയട്ടെ, ഐ ട്രസ്റ്റ് യു ഇസ് ബെറ്റർ ദാൻ ഐ ലവ് യു, ബിക്കോസ് വി കാണ്ട് ലവ്, വി ക്യാൻ ട്രസ്റ്റ് എ പേഴ്സൺ. അതൊന്ന് സ്റ്റോറി ഇട്ടല്ലേ? അതെ, അനക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിക്കണ? നമുക്ക് മനസ്സിലാക്കണം. എന്താ അതായത് എന്താണ്? ഞാൻ പറഞ്ഞുതരാം ഒരു മിനിറ്റ്. നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ആളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന ആളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായില്ല. നമ്മളൊരാളെ എനിക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ്, അപ്പൊ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, പക്ഷെ എനിക്ക് നിങ്ങളെ ട്രസ്റ്റ് ഉണ്ടാവണം എന്നില്ലല്ലോ. എന്താ ഈ ഞാൻ പണ്ടുപോലെ എന്തെങ്കിലും എഴുതിയിട്ട് അതിന്റെ പിടിച്ച് തൂങ്ങാണ് എല്ലാരും. പ്രശ്നം അതാണ്. അല്ലോ ആ കോട്ടിക്ക് അങ്ങനൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ടിനി. നമ്മള് വളരെ സിൻസിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്നേഹിക്കാം, അപ്പൊ ട്രസ്റ്റ് ചെയ്യണ്ടേ, അതിരില്ലാതെ സ്നേഹിക്കാം. അത് വിശ്വസിക്കണ്ടേ, ട്രസ്റ്റ് പക്ഷെ ചെയ്യണ്ടേ. സ്നേഹം എന്ന് പറയുന്നതിൽ അതിൽ വിശ്വാസം എല്ലതും വരും. ഓക്കെ നമുക്ക് ചേട്ടാ. ഇഷ്ടമുള്ള സമയം ഇങ്ങനെ ഇഷ്ടപ്പെടും ഒരാളെ. ഒരു നീ മടുപ്പില്ല. നിർത്തി കൊറേ ഇനി വരാണ്ട്. യു ബോത്ത് ആർ അടിപൊളി, സ്റ്റേ അടിപൊളി. നമുക്ക് കാണാം, ഇൻഷാല്ലാ, പാക്കലാം. ജുമാന, ഒരു റിലേഷൻഷിപ്പ് അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ മെയിൻ ആയിട്ട് എന്താ നോക്കട്ടെ? നിങ്ങൾ ഇങ്ങനെ എത്ര അടിപൊളിയായിട്ട് എങ്ങനെയാ പോണത്? അങ്ങനൊന്നും ഇല്ല. ഞങ്ങൾക്കിടയിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങള് വരാറുണ്ട്. കാണുന്നതൊന്നല്ല റിയൽ ഈസ് നോട്ട് റിയൽ, ഒരിക്കലും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയതെന്ന് വെച്ചാല് നമ്മള് അറ്റ്ലീസ്റ്റ് വ്ലോഗ് ചെയ്യാനൊക്കെ തുടങ്ങിയ സമയത്ത് വീണ്ടും ഞങ്ങൾ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് അതെ, സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കപ്പിൾസ് ആണ്, നിങ്ങൾക്ക് വ്ലോഗ് ചെയ്യാൻ ഇഷ്ടമല്ല, അല്ല മീൻ ഇങ്ങനെ പബ്ലിക് ആയിട്ട് ഇടാൻ ഇഷ്ടമല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? വെറുതെ ഇങ്ങനെ ഫോൺ വെച്ച് ഇങ്ങനെ സംസാരിച്ചു നോക്കി, നല്ല രസമാണ്. ഞങ്ങള് അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു റിലേഷൻഷിപ്പിൽ എല്ലാവർക്കും പെട്ടെന്ന് അവർ തമ്മിലുള്ള ഒരു എല്ലാതും നിങ്ങൾ കോട്ട് വായിക്കണ്ട, ഒന്നും കാണണ്ട, ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ തമ്മിൽ ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ട് വെറുതെ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും സംസാരിക്കും. അപ്പൊ ആ സംസാരിക്കുന്ന മൊമെന്റുകളിൽ അത് വേറെ തന്നെ ചിലപ്പോ ആയിരിക്കും. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പോകും. അതെ ഒരു അതെ ടീമിനോട് പറയല്ലേ എന്നുള്ളതിലാണ് പറയണ്ടാവുക, പക്ഷെ അതൊക്കെ മനസ്സിലാവാൻ പറ്റും. ഇനിയിപ്പോ ഇൻകേസ് നിങ്ങൾ പോസ്റ്റ് ഒന്നും ചെയ്യണ്ട, വെറുതെ വെറുതെ നമുക്ക് കണ്ട് ഇങ്ങനെ സന്തോഷിക്കാലോ. കണ്ട് സന്തോഷിക്കുക, അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇപ്പൊ പലപ്പോഴും എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാറാണ്. പല സർപ്രൈസുകളൊക്കെ കൊടുക്കാറ്. പിന്നെ ഒരിക്കൽ ഭയങ്കര വിഷമമുണ്ടായി, അത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് വിഷമം ഉണ്ടായ സമയത്ത് എന്നിട്ട് എല്ലാം അയച്ചു കൊടുത്ത്. സോ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ നല്ലൊരു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ഓൺ ആക്കിയിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും പുതിയൊരു അഡ്വൈസ് ആയിരിക്കും അത്. അടുത്തിരുന്ന് വെറുതെ സംസാരിക്കും, വീഡിയോയിൽ സംസാരിക്കും. അത് പിന്നെ വേറൊരു കാര്യം, നിങ്ങള് എന്താ പറയാ, ഇപ്പൊ ഇന്നൊരു അടി ഉണ്ടായി, അത് നമ്മൾ അന്ന് തന്നെ തീർക്കാം. അന്ന് രാത്രി കിടന്നുറങ്ങണതിന്റെ മുന്നേ നമ്മൾ അത് പറഞ്ഞ്, ഇപ്പൊ ഇന്റെ ഭാഗത്താ തെറ്റുന്നുണ്ടെങ്കിൽ ചിലത്തേക്ക് സോറി പറയാൻ മടി ഉണ്ടാവും, പക്ഷെ മൂപ്പർക്ക് മനസ്സിലാവും. അപ്പൊ രണ്ടും അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ എനിക്ക് ഈഗോ കൂടുതലാണ് വിചാരിക്കാം, ഇക്കാക്ക് കുറച്ച് ഈഗോ കുറവാണ്, ഇക്കാണ് കുറച്ച് കൂടുതല്. ഞാൻ അങ്ങനെ ഒന്ന് സോറി പറയൂല. അപ്പൊ ഇക്കാക്ക വേഗം ഓക്കെ കുഴപ്പമില്ല, സാരില്ല എന്ന് പറയും. അത് ഇന്റെ അടുത്താ തെറ്റെന്ന് മൂപ്പര് അങ്ങനെ പറഞ്ഞു എന്റെ ഇടയിൽ കൂടെ. അങ്ങനെയൊക്കെ കാര്യം എന്താവണം, ഇങ്ങനെ പിണങ്ങിയിരിക്കണ നമ്മൾ കുറേ പറ്റില്ലേ.
അതുകൊണ്ട് ഇങ്ങനെ ആയി കൊടുക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ അന്ന് രാത്രി തന്നെ എല്ലാ കാര്യങ്ങളും എന്ത് ഇഷ്യൂസ് ഒക്കെ നമ്മൾ സംസാരിച്ച് അന്ന് രാത്രി തന്നെ കിടക്കുന്നതിന് മുന്നേ സോൾവ് ആക്കിയിട്ട് സന്തോഷത്തോടെ ഉറങ്ങാം. അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ബാക്കി ഉണ്ടാവും. ഇതിനാ വെറുതെ പയ്യാവേലി. പിന്നെ ഞങ്ങളെന്താ ഇത്ര അടിപൊളി. വേർ യുവർ ഫസ്റ്റ് മീറ്റിംഗ്? നമ്മളെ മറ്റേ രാജസ്ഥാനിന്റെ കാക്ക പറഞ്ഞില്ലേ, ഇറ്റ് വാസ് ഫ്രം തിരൂർ. ഓക്കെ, യുവർ ലവ് സ്റ്റോറി. ഒന്നുമില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ലവ് ബെസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് കം ടു ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ്, ബെസ്റ്റ് ഫ്രണ്ട്, ലവ്, ലവ് കഴിഞ്ഞിട്ട് ലവ് ഫെയിലിയർ. ബ്രേക്കപ്പ് അത് കഴിഞ്ഞിട്ട് അതെ, വീണ്ടും ഞങ്ങൾ ഡബിൾ ലവ് സ്ട്രോങ്, സ്റ്റോറിയിൽ കുറെ ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒട്ടനവധി ബ്രേക്കപ്പ്. പിന്നെ അത് സ്ട്രോങ് ആയി. പക്ഷെ ബ്രേക്കപ്പ് ഞാൻ വെച്ചാല് നമ്മൾ ബ്രേക്കപ്പ് ആയാലും മിണ്ടാതിരുന്നാലാണ് പ്രശ്നമുള്ളൂ. ബ്രേക്കപ്പ് ആയിട്ട് മിണ്ടി കഴിഞ്ഞാൽ സ്ട്രോങ് ആവും. നെക്സ്റ്റ് അഡ്വൈസ്. ഞങ്ങൾ ബ്രേക്കപ്പ് ആവും, പക്ഷെ ഞങ്ങൾ സംസാരിക്കും തലേന്ന പോലെ തന്നെ. ആ, ജസ്റ്റിനെ പറയുള്ളൂ, നീ വേണ്ടത് ശരിയാവില്ല, വേണ്ട നമുക്ക് പിരിയാം. എന്നാലും പിന്നെയും സംസാരം അതേ, യാതൊരു മാറ്റം ഉണ്ടല്ലോ, അത് വീണ്ടും ഡബിൾ സ്ട്രോങ് ആവുക. അപ്പൊ ബ്രേക്കപ്പ് ആവണമെങ്കിൽ നിങ്ങള് കോണ്ടാക്ട് ഒക്കെ ഉണ്ടാവുക. എന്താ വെച്ചാൽ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്ന വെച്ചാല്, ഒരു സമയത്ത് നമ്മളെല്ലാമാണെന്ന് പറയുന്ന ഒരാള്, എന്റെ മാത്രമാണെന്ന് പറയുന്ന ഒരാള്, അയാൾക്ക് വേണ്ടി ഒരുപാട് സമയം എല്ലാം കണ്ടെത്തിയ ഒരാള് അയാളെ പിന്നീട് ജീവിതത്തിൽ ഓർക്കാനേ പറ്റണില്ല, അല്ലെങ്കിൽ അയാൾ ഫുള്ളി ഡിലീറ്റ് ചെയ്ത് കളയുന്നു എന്നൊരു സിറ്റുവേഷൻ ആലോചിക്കാൻ വയ്യ. അയാളെ കുറിച്ച് അല്ലെ, എന്റെ ഒരു സമയം എന്റെ എല്ലാമായ ആള് എന്റെ ആരും അല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഈ ബ്രേക്കപ്പിലും ലവ് ഫെയിലിയറിലൊക്കെ തോന്നിയിട്ടുള്ളത്. പറ്റുന്നില്ല. അങ്ങനാണാവോ? അതെ അതെ. അപ്പല്ലേ അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി ഓഫ് ബോത്ത് ഓഫ് യു. നിങ്ങൾക്ക് ഇതിനെ പറ്റി ഏറ്റവും നല്ലൊരു മെമ്മറി ഏതാ? എനിക്ക് മെമ്മറി അല്ല, എനിക്ക് നമ്മളെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിട്ട് അന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളൊരു സീറ്റ് കല്യാണക്കാരൊക്കെ പറഞ്ഞത് സമ്മതിച്ചു. അതാണ് എനിക്ക് ഏറ്റവും മോശം. എനിക്ക് ഏറ്റവും മോസ്റ്റ് ഭയങ്കര സാധനം എന്നുള്ളത് കല്യാണത്തിന് എനിക്ക് വരുന്ന വരവാണ്. ഞാൻ സ്റ്റേജിൽ വന്നിട്ടും അതായത് ജീവിതത്തില് ഏറ്റവും എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണ സ്റ്റേജില് ഞാനിങ്ങനെ നിൽക്കുന്നു, മണവാട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നു. ആ ഒരു മൊമെന്റ്, അതായത് നമ്മള് വേൾഡ് കപ്പ് കിട്ടിയ മൊമെന്റ് ആണ്. നമ്മൾ കുറെ കാലമായിട്ട് പരിശ്രമിച്ച് ശ്രമങ്ങളൊക്കെ വന്ന് സക്സസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു പെണ്ണിനെ തന്നെ കെട്ടി അവളെ കിട്ടുന്നു, നിക്കാഹും കഴിഞ്ഞു, ഫിക്സ് ആയി, എന്നിട്ട് അവള് സ്റ്റേജിലേക്ക് നടന്നു വരുന്ന മൊമെന്റ്, അത് ഔ, ഔ. ഇറ്റ്സ് അത് അത് എപ്പോഴും ആലോചിക്കുമ്പോ ആ മൊമെന്റ് ഭയങ്കരമാണ്. ഞാന് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ട് സാധനമൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ വിജയലാളിശ്രീധനായി നിൽക്കുന്ന മൊമെന്റ് ആണ് അത്. അത് എനിക്ക് എന്നും എവർ മൈ ബെസ്റ്റ്. ഇനി എന്തെന്നാലും എനിക്ക് അതാണ് ബെസ്റ്റ്. കുറേ സ്വപ്നം കണ്ട ഒരു നിമിഷമാണ്, കുറെ സ്വപ്നം കണ്ട നിമിഷം, കുറെ നമ്മള് സംസാരിച്ച ചിന്തിച്ച ഒരു മൊമെന്റ് ആണ് ജീവിതത്തിൽ എനിക്ക് ഉള്ളത്. കഴിഞ്ഞ അടുത്തത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞ ഇനി നമ്മള് ഇപ്പൊ മെല്ലെ വ്ളോഗിൽ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങള് ഫസ്റ്റ് ഒന്ന് രണ്ട് വീടൊക്കെ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും പോയി, ഒരു വീട് പോയിട്ട് കമ്മീഷനൊക്കെ കിട്ടി. ഇനി മെല്ലെ അതിന്റെ മെല്ലെ സന്തോഷാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് മറ്റേ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടണം കേട്ടോ. ഞാൻ പറഞ്ഞു ഇന്ന് കമ്മീഷൻ കിട്ടിയാ എല്ലാം നടക്കും, കമ്മീഷൻ കിട്ടിയില്ലെങ്കിൽ ഒന്നുമില്ല. കാരണം കുറച്ച് ബുദ്ധിമുട്ടിക്കണേ സെറ്റായി കൊടുക്കലൊക്കെ, പക്ഷെ നല്ല എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മെയിൻലി എറണാകുളം ജില്ലയിലുള്ള വീടുകളുടെ, അത് നമുക്ക് ബിസിനസ് ആണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ എറണാകുളം ജില്ലയില് പെട്ടെന്ന് നിങ്ങൾ വരാണ്, നിങ്ങൾക്ക് 2 months 3 monthsനൊക്കെ വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങള് ഇൻസ്റ്റാഗ്രാം പേജിന്റെ മിസ്സസ് പെരുമാൾ, അല്ലെങ്കിൽ ആർട്ടോളിസ്റ്റിന്റെ പേജിൽ, അല്ലെങ്കിൽ സുഹേൽ പെരുമാളുടെ പേജിൽ എൻക്വയറി ചെയ്യാം. ഞങ്ങൾ പിന്നെ സെറ്റാക്കി തരാം. അതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന വർക്ക്സുകള്, പിന്നെ മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫോർമേഷൻസുകളാണ്. പെൻഷൻസുകളെ കുറിച്ച്, സർട്ടിഫിക്കറ്റ്സുകളെ കുറിച്ച്, മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കൂടി ഞങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
സോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, കാരണം ഒരുപാട് ആളുകൾക്ക് എത്തണത്. നിങ്ങൾ എല്ലാവർക്കും ഷെയർ അപ്പൊ ചെയ്യും, എല്ലാവരും നിങ്ങൾ ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ഞങ്ങൾക്ക് കുറച്ച് 100K പ്ലേ ബട്ടൺ ഒക്കെ വാങ്ങിത്തരാൻ നിങ്ങൾ 200K സഹായിക്കൂലേ? ഒക്കെ വാങ്ങിക്കുക. എന്നിട്ട് വലിയ ആഗ്രഹം, എന്താ? വലിയ വ്ളോഗേഴ്സ് ആയിട്ട് ഫ്രീ ആയിട്ട് കുറേ ഫുഡ് തിന്നാൻ പറ്റണം. അതെ, അതാണ് ആകെ ആഗ്രഹം, മെയിൻ വലിയ സാധനം ആഗ്രഹം. വേറെ പൈസ ഒന്നും ഇതാകണ്ട, ഫ്രീ ആയിട്ട് കുറെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റണം. ഫുള്ള് ഫുഡ് കഴിക്കാൻ പറ്റും. മെയിൻ ഫുഡ് കഴിക്കാൻ പറ്റും. ഫുഡിനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് അതൊക്കെ ഒരു വേണം. വലിയ ബാസിം പ്ലേറ്റും മിസ്സസ് ബാസിം ആൾക്കാ മിസ്സസ് ബാസിം പ്ലേറ്റും ഒരു ബാസിം പ്ലേറ്റിന്റെ. അപ്പൊ നിങ്ങൾ സഹകരിച്ചിട്ട് നിങ്ങളൊക്കെ വിചാരിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാ, ബട്ടണൊക്കെ അമർത്താ, കഴിഞ്ഞില്ല. ഞങ്ങളെ പ്രമുഖരാക്കുക. ഞാൻ അത് പറയട്ടെ, ഇതിന്റെ കുട്ടികൾ ഇട്ടെന്നാട്ടോ. ഇതിന്റെ ഞാൻ ആർട്ട് ക്ലാസ് എടുക്കേണ്ടി വരില്ലേ, അപ്പൊ അതില് 2 കുട്ടികൾ ഇട്ട് തന്നതാണ്. അപ്പൊ ഇനി മൈലാച്ചിട്ടുണ്ടെങ്കിൽ ഒരിടത്ത് ഇത് വെറും 10 മിനിറ്റ് 15 മിനിറ്റിലാണ് ഓരിട്ടത് കേട്ടോ. പഠിക്കുന്ന ബിഗ്നേഴ്സ് ആണ്, അവര് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. പരീക്ഷണ വസ്തുവാണ് ഞാൻ. എന്റെ കാക്ക ഒരു ദിവസം മൈലാച്ചിട്ടീന്. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലട്ടൺ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കുറച്ച് വ്യൂസ് ഉണ്ടാക്കി തരും നിങ്ങള് അല്ലേ. കുറച്ച് ഇപ്പൊ ഫുള്ള് പൈസ കൊടുത്തിട്ടാണ് ഫുഡ്. കുറച്ച് നിങ്ങളൊക്കെ സഹകരിച്ച് നിങ്ങൾക്ക് നല്ല ഫുഡ് സ്പോട്ട് ഒക്കെ പറഞ്ഞുതരാടോ നിങ്ങളെല്ലാരും. കമന്റിൽ നല്ല ഫുഡ് സ്പോട്ട് ഒക്കെ. പിന്നെ നമ്മളെല്ലാ ഓഫർ എന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോകും. അതെ, ഫുഡ് കഴിക്കാൻ ഫ്രീ ആയിട്ട് 3 ആളെ കിട്ടും. നമ്മള് അങ്ങനെ ഞങ്ങൾ വലിയ ആൾക്കാരായിട്ടാ, ഇപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള അവധിയില്ല. വലിയ ആൾക്കാരായ 220 ആണ്, 220K ആവട്ടെ. 220K ഞങ്ങൾ ഓരോ പ്രാവശ്യം ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും 3 സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോകും. അത് നമ്മൾ കമന്റ് സെലക്ട് ചെയ്യും. ഇപ്പൊ തന്നെ ഒക്കെ തീരുമാനിച്ചേ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം. ഇത് കൂട്ടണ്ടേ രസരാക്കിക്കോ. കൊണ്ടുവന്നടോ, ദൂരണ്ടി വരുമല്ലോ. നമ്മള് വീട് നിർത്തിയത്. ബൈ ബൈ, സൈനിങ് ഓഫ്. കണ്ണണ്ണിയ കോട്ടയം ഇനി ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കേണ്ടി വരും. കോട്ടയം വരുമ്പോഴല്ലേ വീടെടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ വെക്കലല്ലേ ഈ അറബിക്കുട്ടികള്. ഞാൻ അറബിക്കുട്ടിയാട്ടോ. ഇതുകൊണ്ട് വെച്ചാ ഇത് വെക്കണം. കണ്ണ് കാണ്ടി അതാ ഞാൻ ഇങ്ങനെ നോക്കണത്. കണ്ണട വിൽപ്പനക്കാരി. ഇത് വെക്കട്ടെ, അതിവിടെ ഏതാ പൂരണ്ടി, ഏതാ രസം? ഞാനൊരു പണിയാ, ഞാൻ കണ്ടിട്ടോ കണ്ണണ്ണിയ. നമുക്ക് വെള്ള രസം. ഇത് മറ്റേ കണ്ണട, അതായത് ഒന്ന് മൊത്തിച്ച മറ്റേത്. ഫോട്ടോ വേണ്ട, ഫോട്ടോ എടുക്കാം.